മദർ ഏലീഷയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്ന ചടങ്ങ് അല്പസമയത്തിനുള്ളിൽ എറണാകുളം വല്ലാർപാടത്തെ ബസിലിക്കയിലാണ് പ്രഖ്യാപനം. ലിയോ 14 മാർപ്പാപ്പയുടെ പ്രതിനിധിയായ മലേഷ്യയിലെ പെനാങ് രൂപത മെത്രാൻ കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ലിഡിയ ജേക്കബ് ചേർന്നു. ലിഡിയ, എന്തൊക്കെയാണ് ചടങ്ങുകൾ? ധന്യ, അല്പസമയത്തിനുള്ളിൽ മദർ ഏലീഷയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്ന ചടങ്ങുകൾ ആരംഭിക്കും. വരാപ്പുഴ ബസിലിക്കയിലാണ് ചടങ്ങുകൾ നടക്കുക. ലിയോ 14 മാർപ്പാപ്പയുടെ പ്രതിനിധി മലേഷ്യയിലെ പെനാങ് രൂപത മെത്രാനാണ് ഇത്തരത്തിൽ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുക. മാത്രമല്ല, ഈ അതിരൂപത വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്ത ജോസഫ് കളത്തിപ്പറമ്പിൽ മദർ ഏലീഷയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നതിനുള്ള അഭ്യർത്ഥന നടത്തും. അതിനുശേഷം വിപുലമായിട്ടുള്ള ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെയുണ്ട്. വത്തിക്കാന്റെ ഇന്ത്യയിലെ പ്രതിനിധി, അപ്പസ്തോലിക പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോ പോൾഡോ ജെറേലിയാണ് പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ, ഇന്നത്തെ മുഖ്യ സന്ദേശം നൽകുക. തുടർന്ന് എലീഷയുടെ തിരുസ്വരൂപം അനാവരണം ചെയ്യുന്ന ചടങ്ങാണ്. അത്യുന്നത കർദിനാൾ ഡോക്ടർ ഓസ്വാൾഡ് ഗ്രേഷ്യസ് ആണ് വാഴ്ത്തപ്പെട്ട മദർ ഏലീഷയുടെ തിരുസ്വരൂപം അനാവരണം ചെയ്യുക. മാത്രം അത് കഴിഞ്ഞ് അതിനുശേഷം തിരുശേഷിപ്പ് എലീഷയുടെ തിരുശേഷിപ്പ് ഔദ്യോഗികമായി ഏറ്റുവാങ്ങി അൾത്താരയിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. അങ്ങനെ വിപുലമായിട്ടുള്ള ചടങ്ങുകൾ കൂടിയാണ് ഇത്തരത്തിൽ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുക. ഏകദേശം അവസാനം, അതായത് ഇത്തരത്തിൽ എലീഷയുടെ ഒരു തിരുസ്വരൂപ പ്രയാണത്തോടെയാണ് ഈ ചടങ്ങുകളൊക്കെ അവസാനിപ്പിക്കുക. മാത്രമല്ല, എലീഷയുടെ ജീവിത ചരിത്രം ഒരു ഗാനശില്പമായി അവതരിപ്പിക്കുന്ന ചടങ്ങ് കൂടിയുണ്ട്. ഇത്തരത്തിലുള്ള ചടങ്ങുകളോട് കൂടിയാണ് ഈ ചടങ്ങുകളെല്ലാം തന്നെ അവസാനിക്കുക. പ്രധാനപ്പെട്ട സഭയുടെ പ്രധാനപ്പെട്ട പ്രതിനിധികൾ എല്ലാവരും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. വരാപ്പുഴ ബസിലിക്കയിലേക്ക് പ്രധാനപ്പെട്ട എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല, സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെത്തിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, TJ വിനോദ് MLA അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് എല്ലാവരും തന്നെ നിലവിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുക അല്ലെങ്കിൽ നേതൃത്വം നൽകുന്നത് ഈ മലേഷ്യയിലെ പെനാങ് രൂപത മെത്രാൻ ആയിട്ടുള്ള സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് തന്നെയാകും. അല്പസമയത്തിനുള്ളിൽ ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിക്കും. ഈ എലീഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ 1831 ഈ വൈപ്പിലാണ് എലീഷ ജനിക്കുന്നത്. പിന്നീട് 16ാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കുകയും അതിനുശേഷം ഒരു കുട്ടി ഉണ്ടാവുകയും തുടർന്ന് ഭർത്താവിന്റെ മരണശേഷം സന്യാസത്തിലേക്ക് നീങ്ങുകയുമായിരുന്നു. ഈ കേരളത്തിലെ ആദ്യത്തെ തന്നെ സന്യാസ സഭ രൂപീകരിക്കുകയും പിന്നീട് സ്ത്രീകൾക്കായും കുട്ടികൾക്കായും, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കായി ഈ വിവിധ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ അടക്കം നടത്തിയിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതായത് ഹോസ്റ്റലുകളും ഒപ്പം മറ്റുള്ള കാര്യങ്ങളും, അതായത് പ്രധാനപ്പെട്ട ഹോസ്റ്റലുകളും മറ്റ് കാര്യങ്ങളും കൂടി, അതായത് സ്കൂളുകളും അടക്കം രൂപീകരിക്കുന്നതിൽ, അതൊക്കെ നിർമ്മിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആൾ കൂടിയാണ്. അത്തരത്തിലുള്ളൊരു വ്യക്തി കൂടിയാണ് ഇപ്പോൾ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർന്നത് എന്നുകൂടിയാണ്. ഈ വിശുദ്ധയായി പ്രഖ്യാപിക്കാനുള്ള ഏറ്റവും അവസാനത്തെ അല്ലെങ്കിൽ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപത്തെ പദവിയാണ് വാഴ്ത്തപ്പെട്ടവൾ എന്ന് പറയുന്നത്. ഇനി ഒരു കടമ്പ കൂടി മാത്രമാണ് വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നതിന് ഉള്ളത്.